ഹലോ മക്കളെ, നമ്മൾ ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ റിവിഷനിലേക്ക് വന്നേക്കണേണ്. അപ്പൊ എല്ലാ മക്കൾമാരും ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ സെറ്റ് അല്ലേടാ. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ എന്താടാ? നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേടാ, ചാൻസ്. എന്താണ്? മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? നമ്മൾ എക്സാം പാസ്സാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ചാൻസ് എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കൂലേടാ. ഇനി നമ്മ ഈ പറയുന്ന ചാൻസുകളൊക്കെ മക്കളെ നമ്മൾ ഇനി ഗണിതമാക്കി മാറ്റാൻ പോണേണ്. അതെങ്ങനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കാൻ പോണേണ് ഈ ചാപ്റ്ററിലൂടെ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് സെറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ടീച്ചർ വന്നേക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ. നമ്മൾ മാത്തമാറ്റിക്കലി ചാൻസിനെ പറയണത്, അതില്ലെങ്കിൽ നമ്മളിപ്പോൾ ചാൻസ് നമ്മൾ എല്ലാ ദിവസവും പറയാറില്ല. ചാൻസിനെ മാത്തമാറ്റിക്കലി നമ്മൾ പറയാറുള്ളത് മക്കളെ പ്രോബബിലിറ്റി എന്നാണ്. പ്രോബബിലിറ്റി, സാധ്യത, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇവന്റ് നടക്കാനുള്ള സാധ്യതകളെ നമ്മൾ എന്ത് എഴുതാൻ പോണേണ്? ഗണിതമായിട്ട് എഴുതാൻ പോണേണ് മക്കളെ. അതിന് ടീച്ചർ ഒരു കാര്യം പറയാം. പ്രോബബിലിറ്റി എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു ഫ്രാക്ഷൻ ആക്കിയാണ് എഴുതേണ്ടത്. ഒരു ഫ്രാക്ഷൻ ആക്കിയാണ് എഴുതേണ്ടത്. ഇനി നമുക്കറിയാം മക്കളെ, ഫ്രാക്ഷൻ എന്തുണ്ട്? ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്, അംശവും ഛേദവും ഉണ്ട്. ഛേദത്തിൽ മക്കളെ ടോട്ടൽ നമ്പർ വന്നം. അതുപോലെ തന്നെ മേളിൽ എന്തായിരിക്കണം? ന്യൂമറേറ്റർ അഥവാ അംശത്തിൽ മക്കളെ ആ ചാൻസുകളുടെ നമ്പർ. അതായത് ഇപ്പൊ ടീച്ചർ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പൊ നമ്മുടെ ഒരു കോയിനിൽ മക്കളെ ഏതൊക്കെയാണ് വീഴാനുള്ള ചാൻസ്? ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. അപ്പൊ അവിടുത്തെ ടോട്ടൽ നമ്പർ എത്രയാണ് മക്കളെ? ടോട്ടൽ നമ്പർ 2 ആണ്. കാരണം എന്തൊക്കെയാണുള്ളത്? ഹെഡും ടെയിലും അല്ലേ ഉള്ളത്. ഇനി ഞാൻ പറയണേണ്, എൻ്റെ അടുത്ത് ഒരാൾ പറയണേണ് ഹെഡ് വീഴാനുള്ള ചാൻസ് എത്രയാണ്? നമുക്ക് ഓൾറെഡി ഹെഡ് എത്രയാന്നുള്ളത് അറിയാലടാ, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ A/B എന്ന ഫോമിലല്ലേ ഇത് എഴുതേണ്ടത്? ചാൻസുകളുടെ നമ്പർ ആദ്യം എഴുതണം. ചാൻസുകളുടെ നമ്പർ എത്രയാണ്? നമുക്ക് ഹെഡ് വീഴാനുള്ള ചാൻസിന്റെ നമ്പർ എത്രയാണ്? 1 ബൈ ടോട്ടൽ നമ്പർ. അവിടെ എന്തൊക്കെയുണ്ടാ? ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. 1/2. അപ്പൊ ഒരു കോയിനെ സംബന്ധിച്ച് ഹെഡ് വീഴാനുള്ള ചാൻസ് എത്രയാടാ? 1/2. ഈ രീതിയിലാണ് മക്കളെ നമ്മൾ പ്രോബബിലിറ്റി പഠിച്ചത്. ഇനി പ്രോബബിലിറ്റി എഴുതാൻ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? പി എന്നിട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇടാ. ഇപ്പൊ ഇവിടെ ഹെഡ് ആണ് വീഴാനുള്ള ചാൻസ് എങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്താ? പ്രോബബിലിറ്റി ഓഫ് ഹെഡ്. ഇതിന്റെ വാക്കെന്തിന്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്നാണ്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പൊ മക്കളെ നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ റിവിഷനിലായാലും അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കില്ലേടാ. അതെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി മക്കളെ. എ ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ബോൾസ്. അതായത് ഒരു പെട്ടിയിൽ മക്കളെ 6 കറുത്ത ബോളുകളും അതുപോലെ തന്നെ 4 വൈറ്റ് ബോൾസും ഉണ്ട്, 4 വെളുത്ത ബോളുകളും ഉണ്ട്. ഇഫ് ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, അതിൽ നിന്നൊരു ബോൾ എടുക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് മക്കളെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് ബ്ലാക്ക്? ആ എടുക്കുന്ന ബോള് ബ്ലാക്ക് ആകാനുള്ള ചാൻസ് അഥവാ പ്രോബബിലിറ്റി എത്രയാണ്? അതുപോലെ തന്നെ നമ്മുടെ ചോദ്യമാണ് മക്കളെ, ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് വൈറ്റ് ആകാനുള്ള ചാൻസ് എത്രയാണ്? അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എഴുതുമ്പോൾ മക്കളെ പി ഓഫ് എഴുതണം എന്നറിയാം. ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാണ് മക്കളെ? യെസ്, ബ്ലാക്ക് ആണ്, ബ്ലാക്ക്. അപ്പൊ പി ഓഫ് ബ്ലാക്ക് എന്നും അതുപോലെ തന്നെ രണ്ടാമത് എഴുതാ പി ഓഫ് വൈറ്റ്. ഇത് രണ്ടുമല്ലേ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യന്റെ ടാസ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഫ്രാക്ഷൻ രൂപത്തിലാണ് എഴുതേണ്ടത്. ഇനി എന്റെ ചോദ്യം ഇതാണ് മക്കളെ, ഫ്രാക്ഷന്റെ അടിയിൽ ടോട്ടൽ നമ്പർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യെസ് സാറേ, ആൻസർ കാണിച്ചോട്ടോ. യെസ് മക്കളെ, നമുക്കറിയാം ഇവിടെ 6 ബ്ലാക്ക് ബോളും 4 വൈറ്റ് ബോളും അല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 6 + 4 10 ആണ്. 6 + 4 10 ആണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കണ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് നമുക്കറിയാലോ. ബ്ലാക്ക് ബോളിന്റെ എണ്ണം എത്രയാണ്? 6 ആണ്. അപ്പൊ 6/10 എന്തോരോടാ? ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ്. അതുപോലെ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്താടാ? യെസ്, വൈറ്റ് ബോൾ എത്രയാണെന്ന് അറിയാം? 4 ആണെന്ന് അറിയാം. അപ്പൊ ടോട്ടൽ ബോൾ അടിയിൽ എഴുതാ. അതുപോലെ തന്നെ വൈറ്റ് കിട്ടാനുള്ള ചാൻസ് എത്രയാടാ? 4. അപ്പൊ 4/10. ഇനി ഇവിടെ എന്താണ് 3/5 എന്നും 2/5 എന്നും എഴുതിയത്? യെസ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? ഫ്രാക്ഷൻ ചെയ്തു, ഡിവിഷൻ ചെയ്തു. ഇവിടെ 2ൽ ഇത് എത്ര പ്രാവശ്യം പോകടാ? 3 പ്രാവശ്യം. 10 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. യെസ്, 3/5. അതുപോലെ 4/10 എടുക്കുക. 4/10 2ൽ എത്ര പ്രാവശ്യം പോകണം? 2 പ്രാവശ്യം. 10 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. ദെൻ 2/5.
ഇങ്ങനെയാണ് മക്കളെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മക്കളെ, ഇതേ നമ്മുടെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ആക്കി വെച്ചിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കാട്ടെ മക്കളെ. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് ഓക്കെ ഞങ്ങൾക്ക് ഐഡിയ മനസ്സിലായിരുന്നു, പക്ഷെ എക്സാമിൽ ഇരിക്കുന്ന സമയത്ത് എന്താവും നിങ്ങൾക്കൊരു വെപ്രാളം എല്ലാം കൂടെ കൂടിയിട്ട് എന്താവും നിങ്ങൾക്ക് അത് മൊത്തം കൺഫ്യൂഷൻ. അപ്പോൾ ഓരോ ചോദ്യം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതി നോക്കാട്ടെ. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇൻ എ ബോക്സ് there are 10 സ്ലിപ്സ് നമ്പേർഡ്. അതായത് മക്കളെ ഒരു ബോക്സിൽ 10 വരെയും ഓരോ സ്ലിപ്പിലായിട്ട് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ഓരോ സ്ലിപ്പ് ഒരു പെട്ടിയുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ദെൻ ഇഫ് 1 is taken from the box, ഒരു നമ്പർ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു നമ്പർ ആ ഒരു പെട്ടിയിൽ നിന്ന് എടുത്ത് 10 സ്ലിപ്പ് ഇട്ട് ആ പെട്ടിയിൽ നിന്ന് ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ് മക്കളെ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ? ആ എടുക്കുന്നത് പ്രൈം നമ്പർ ആകാനുള്ള ചാൻസ്, സാധ്യത എന്താണ്? ആദ്യമേ തന്നെ ടീച്ചർ ഒരു കാര്യം പറയാം. നമുക്ക് പ്രൈം നമ്പർ 10 വരെ 1 2 3 4 5 6 7 8 9 10 മക്കളെ 10 വരെ സംഖ്യകളിൽ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്താണെന്ന്. പ്രൈം നമ്പേഴ്സ് എന്താടാ? 2 × 1 2, 3 × 1 3, 5 × 1 5, 7 × 1 7. മക്കളെ നിങ്ങൾക്കറിയാം ഇത് ഈ പറയുന്ന സംഖ്യകൾക്കൊക്കെ ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ നമ്പേഴ്സ് ഉണ്ടാടാ? അതായത് 2 കിട്ടാൻ ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടാടാ? ഇല്ല. അങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പറുകൾ എന്ന് പറയുന്നത്. ഒന്നല്ലാതെ അവർക്ക് എന്തുണ്ടാവില്ല മക്കളെ? വേറൊരു ഫാക്ടർ ഉണ്ടാകില്ല. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാല, 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്, 7 എന്താണ് മക്കളെ? ഒരു പ്രൈം നമ്പറാണ്. ടോട്ടല് 10 വരെ നോക്കുകയാണെങ്കിൽ അതിൽ എത്ര പ്രൈം നമ്പർ ആണ് ഉള്ളത്? 4 പ്രൈം നമ്പർ. ഇവിടെ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട് മക്കളെ? 10. അപ്പൊ ടോട്ടൽ ബൈ 10. ഇതാണ് മക്കളെ ആൻസർ. നോക്കിയേ, 1 2 3 4 5 6 മുതൽ 10 വരെ എഴുതിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് സർക്കിൾ ചെയ്തേക്കണം? പ്രൈം നമ്പറുകളായിട്ടുള്ള 2 3 5 7 4 അല്ലേടാ? അപ്പൊ നമുക്ക് പി ഓഫ് പ്രൈം നമ്പേഴ്സ് എഴുതാല. പ്രോബബിലിറ്റി ഓഫ് പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4/10 ആണ്. ആ 4/10 നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഡിവിഷൻ ചെയ്യുമ്പോൾ 2/5 ആയത് മാറും. ഓക്കെ, ഇനി പ്രൈം നമ്പേഴ്സ് ഇതേ മക്കൾ അവിടെ എഴുതിയിട്ടുണ്ട്. അഭാജ്യ സംഖ്യകളാണ് കേട്ടോ, അഭാജ്യ സംഖ്യകൾ എന്നറിയപ്പെടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സാർ മക്കളെ, ഇതേ നമ്മുടെ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് വയനാട് ഹാസ് ബീൻ റിട്ടൺ ഇൻ സെപ്പറേറ്റ് പേപ്പർ സ്ലിപ്സ്. അതായത് മക്കളെ ഈ വയനാട് എന്ന് പറഞ്ഞ വാക്കുകളിലെ WAYANAD എന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ലിപ്പുകളിൽ എഴുതിയിട്ടിട്ടുണ്ട്. W എന്നൊരു സ്ലിപ്പിൽ, A എന്നൊരു സ്ലിപ്പിൽ, Y എന്ന് ഓരോ സ്ലിപ്പുകളിൽ. അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് സ്ലിപ്പുകളിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇഫ് നമ്മൾ അതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുമ്പോൾ എന്തായാലും അതിലൊരു ലെറ്റർ ഉണ്ടാവുമല്ലടാ. നമ്മുടെ ചോദ്യം ഇതാണ് മക്കളെ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ W? W എന്ന് പറയുന്ന ലെറ്റർ കിട്ടാനുള്ള സാധ്യത ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. സർ ആൻസർ കാണിച്ചോട്ടോ. യെസ് മക്കളെ, നമുക്കറിയാം വയനാട്ടില് എത്ര W ഉണ്ടടാ? ആകെ ഒരു W അല്ലേ ഉള്ളൂ വയനാട് എന്ന് പറയുന്ന സ്പെല്ലിങ്ങില്. യെസ്, അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് ചാൻസ് എത്രയാണ് W കിട്ടാനുള്ള? യെസ്, 1 ആണ്. ഇനി എത്ര ലെറ്റേഴ്സ് ഉണ്ടടാ വയനാടില്? WAYANAD 7 ലെറ്റേഴ്സ് അല്ലേടാ. അപ്പൊ ടോട്ടൽ നമ്പർ അടിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ? 7. അതായത് പ്രോബബിലിറ്റി എത്രയാണ്? സാധ്യത നമുക്ക് എത്രയാണ് കിട്ടിയത്? 1/7 സാധ്യതയുണ്ട് ആ എടുക്കുന്ന സ്ലിപ്പ് W ആകാൻ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ എല്ലാവർക്കും? യെസ്, അങ്ങനെയാണ് മക്കളെ. ഇതേ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് എടാ. അതുപോലെ തന്നെ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാടാ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ആള് പറയണേണ്, ഒരു എ മാൻ ആസ്ക്ഡ് ടു സേ എനി 2-digit നമ്പർ. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദെയർ? എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? ഓക്കെ മക്കളെ, നമുക്ക് ആദ്യം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ആകെ എത്ര
രണ്ടക്ക സംഖ്യകളുണ്ട്. മക്കൾ ഇവിടെ ഒന്ന് നോക്കിയടാ, നമുക്കറിയാം ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയത് യെസ് 9 ആണ്. 9 കഴിഞ്ഞിട്ട് മക്കളെ ഏതാണ് വന്നത്? 10. ഈ 10 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? രണ്ടക്കമായില്ലേ? 9 ഒരക്കമായിരുന്നെങ്കിൽ 10 എന്തായി? രണ്ടക്കമായി. ഇനി ഈ 10 ഇങ്ങനെ പോയി ഒരു 100 എത്തണമെങ്കിൽ മക്കളെ 100 എത്ര ഡിജിറ്റ് ആയി? യെസ്, എത്ര അക്കങ്ങളായി? 3 അക്കങ്ങളായി. അപ്പൊ ലാസ്റ്റത്തെ രണ്ടക്കം ഏതാടാ? യെസ് 99 ആണ്. അപ്പൊ ലാസ്റ്റത്തെ രണ്ടക്ക സംഖ്യ, ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99ഉം ഏറ്റവും ചെറിയ രണ്ട് അക്ക സംഖ്യ ഏതാണ് മക്കളെ? 10ഉമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? ഇതിന്റെ ഇടയിൽ മക്കളെ എത്ര സംഖ്യകളുണ്ട്? 10നും 99നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? സാർ ആൻസർ കാണിച്ചോട്ടോ. യെസ് മക്കളെ, 10നും 99നും ഇടയ്ക്ക് എത്ര സംഖ്യകളാണ്? യെസ് 90. അതെങ്ങനെ കിട്ടി? ഈ 99ൽ നിന്ന് മക്കളെ ഈ 9 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 90. ഓക്കെ അല്ലേടാ? 99ന്ന് 9 മൈനസ് ചെയ്ത് അപ്പൊ എത്ര കിട്ടി? 90 എന്ന് കിട്ടി. അപ്പൊ 90 രണ്ടക്ക 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഈ ഒരു 100നും 99നും ഇടയിലുള്ളത്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണ് സാറേ രണ്ടാമത്തെ ചോദ്യം അതിൽ കാണിച്ചോട്ടാ. യെസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള ചാൻസ് എല്ലാരും നോക്കിക്കോട്ടോ. പെർഫെക്റ്റ് സ്ക്വയർ സ്ക്വയറുകൾ ഏതാണ്? ഒന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. രണ്ടാമത്തെ 4, കാരണം 2 × 2 ചെയ്തല്ലേ നമുക്ക് 4 കിട്ടണത്. യെസ്, അടുത്തത് 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം എന്താണ്? 3 × 3 ആണ് 9. നെക്സ്റ്റ് വന്നത് 16 അല്ലേടാ? 4 × 4. അടുത്തത് 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം അത് 5 × 5 ആണ്. സെയിം നമ്പേഴ്സ് ഗുണനം ചെയ്യൂലേടാ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറുകൾ ഇല്ലേടാ, അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറയുന്നത്. സെയിം ആയിരിക്കണം നമ്പേഴ്സ്, അതെന്തായിരിക്കണം? ഗുണനം ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 64 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 81 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 100 ആണ്. ഇത്രയും കാര്യം എല്ലാവർക്കും അറിയാലാടാ മക്കളെ. ഇനി നമ്മളോടുള്ള ചോദ്യം ഇതാണ് മക്കളെ, രണ്ടക്ക സംഖ്യയായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയറുകളുടെ പ്രോബബിലിറ്റി എന്താണ്? രണ്ടക്ക സംഖ്യ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേടാ. ഇവിടെ നോക്കിയടാ, 9 കഴിഞ്ഞിട്ടുള്ള രണ്ടക്ക സംഖ്യ ഏതാണ്? 16, 25, 36, 49, 64, 81. ഓക്കെ അല്ലേ? 100 വരോടാ? ഇല്ല, 100 3 അക്ക സംഖ്യയായി മാറിയില്ലേടാ, 3 ഡിജിറ്റ് നമ്പറായി മാറിയില്ലേ? അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന്? 1, 2, 3, 4, 5, 6. സാർ ആൻസർ അപ്പൊ 6 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് 10നും അതുപോലെ തന്നെ 99നും ഇടയ്ക്കുള്ളത്. എത്ര എണ്ണോട് മക്കളെ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി കാണിച്ചോ സാറേ? യെസ്, 6/90 ആണ്. കാരണം നമുക്ക് 10നും 99നും ഇടയ്ക്ക് എത്ര നമ്പറുകൾ ഉണ്ടെന്ന് അറിയാം ടോട്ടല്? യെസ്, 90 നമ്പറുകൾ ഉണ്ട്. അതിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളവ എത്ര എണ്ണം ഉണ്ട്? യെസ്, 6 എണ്ണം. അപ്പൊ 3 ഈ 6/90നെ നമ്മള് ഫ്രാക്ഷൻ ചെയ്യുമ്പോഴാണ് മക്കളെ നമുക്ക് 3/45 എന്ന് കിട്ടണത്. ഇത് 2 × 3 യെസ് 2 × 3 6 ആണ്. അതുപോലെ തന്നെ 45 × 2 എത്രയാണ്? 90 ആണ്. അപ്പൊ ഇതിന്ന് രണ്ടിന് എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി ഇവിടെ 3 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 45 ഉണ്ട്. സാറേ നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം അതിൽ കാണിച്ചോട്ടോ മക്കളെ. ഇതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കിയടാ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 10? 10ന്റെ ഗുണനം കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 10നും 99നും ഇടയ്ക്ക് 10, 20, 30, 40, 50, 60, 70, 80, 90, 100 വരോടാ? ഇല്ല. അങ്ങനെ എത്ര സംഖ്യകളുണ്ട് മക്കളെ? യെസ്, 9 സംഖ്യകളാണ് 10നും 100നും ഇടയ്ക്ക് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്, 10ന്റെ ഗുണനമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ത് വരോടാ? യെസ്, 9/90. കാരണം 90 നമ്പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 9 എണ്ണം എന്താണ്? 10ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരോടാ? യെസ്, 1/10. സാറേ നാലാമത്തെ ചോദ്യം. യെസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഫ് ദ ഡിജിറ്റ്സ് ബീങ് എ പ്രൈം? ഇതില് എത്ര സംഖ്യകള് പ്രൈം ആയിട്ട് മാറും?
മക്കളെ ഇതിൽ പ്രൈം നമ്പേഴ്സ് നമ്മൾ 10 തുടങ്ങി 99 വരെ അല്ലേ നോക്കണം. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാം. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇത് പഠിച്ചു വെക്കാം. ആദ്യം ഒന്നിങ്ങനെയും ഇടാം, ഒന്നിങ്ങനെയും ഇടാം. ഓക്കെ അല്ലേ? നമുക്ക് 10 താഴെ എത്ര പ്രൈം നമ്പേഴ്സുകൾ അറിയാം മക്കളെ? 2 അറിയാം, 3 അറിയാം, 5 അറിയാം, 7 അറിയാലോ. 2, 3, 5, 7. ഓക്കെ ആണോ? ഇതിന്റെ ഇവിടെ ഇടാം 2, 3, 5, 7. ചോദ്യം ഇതാണ്, ഇത് രണ്ടും ഗുണിക്കൂലേടാ. അപ്പൊ എന്ത് കിട്ടണം? ഒരു പ്രൈം നമ്പർ കിട്ടണം. 2 × 1 എത്രയാണ്? 2. അതൊരു പ്രൈം നമ്പർ അല്ലേ? 3 × 1 3, അതൊരു പ്രൈം നമ്പർ അല്ലേ? 5 × 1 പ്രൈം നമ്പർ അല്ലേ? 1 × 7 പ്രൈം നമ്പർ അല്ലേ? അങ്ങനെ കിട്ടണം എന്നാട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 പ്രൈം നമ്പേഴ്സ് ആണ് ഈ 2 ഡിജിറ്റ്സിന് ഇടയിലുള്ളത്. അങ്ങനെയാണ് സാർ അതിന്റെ ആൻസർ. യെസ്, 8/90. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാട്ടോ. 5ാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. ഇൻ എ ബോക്സ് 1, ആദ്യത്തെ ബോക്സിൽ there are 4 സ്ലിപ്പുകൾ ഉണ്ട്. എന്തൊക്കെയാണ് അതിൽ നമ്പേഴ്സ് വന്നേക്കണതടാ? 1, 2, 3, 4 എന്നും. രണ്ടാമത്തെ ബോക്സിൽ മക്കളെ ഏതൊക്കെയാണ് 2 സ്ലിപ്പ് ഇട്ടേക്കണത്? യെസ്, 1, 2 എന്നാണ്. 2 ബോക്സ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ 4 നമ്പേഴ്സ് വരെ ഇട്ടിട്ടുണ്ട്, രണ്ടാമത്തേൽ 2 നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? 1, 2 എന്ന്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഓരോന്നീന്നും ഓരോന്ന് വീതം എടുക്കണേ. ഓരോ ബോക്സിൽ നിന്നും ഓരോ നമ്പർ വീതം എടുക്കണമെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കണത് ആ എടുക്കുന്ന കാര്യം, ആ എടുക്കുന്ന നമ്പറുകൾ ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആ എടുക്കുന്ന നമ്പറുകളുടെ പ്രൊഡക്റ്റ്, ഈ 2 നമ്പർ എടുത്ത് ആ 2 നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എന്താണെന്നാണ് മക്കളെ നമ്മുടെ ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. യെസ്, ബോക്സ് 1 മക്കളെ എന്തൊക്കെയാണുള്ളത്? 1, 2, 3, 4. ബോക്സ് 2 1ഉം 2ഉം അല്ലേടാ. നമ്മളോട് ചോദിച്ചേക്കണത് ഈ 2 ബോക്സിൽ നിന്ന് എടുക്കുന്ന സ്ലിപ്പുകളുടെ പ്രൊഡക്റ്റിന്റെ കാര്യമല്ലേ ചോദിച്ചേക്കണം? പ്രൊഡക്റ്റ് അല്ലേ? ഗുണനഫലം അല്ലേ ചോദിച്ചേക്കണത്? അപ്പൊ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിച്ചേക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? 1 × 1 മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബോക്സിൽ എഴുതാ. 2 × 1 മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബോക്സിൽ എഴുതാ. 3 × 1 മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബോക്സിൽ എഴുതാ. 4 × 1 മൾട്ടിപ്ലൈ ചെയ്ത് ഈ ലാസ്റ്റത്തെ ബോക്സിൽ എഴുതാ. അതുപോലെ തന്നെ മക്കളെ ഈ 1നെ 2നെ മൾട്ടിപ്ലൈ ചെയ്ത് അടിയിലെ ബോക്സിൽ എഴുതാ. 2നെയും 2നെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബോക്സിൽ എഴുതാം. 3നെയും 2നെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബോക്സിൽ എഴുതാം. 4നെയും 2നെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ബോക്സിൽ എഴുതാം. എന്നിട്ട് ഇനി എളുപ്പമല്ലേ മക്കളെ? നിങ്ങൾക്ക് ഓഡ് നമ്പേഴ്സ് അറിയില്ലേ? 1, 3, 5, 7, 9 ഒക്കെ. അപ്പൊ ഇതിൽ ഓഡ് നമ്പേഴ്സ് ഉള്ളതൊക്കെ സർക്കിൾ ചെയ്തോ. 1 ഉണ്ട്, 3 ഉണ്ട്. വേറെ ഓഡ് നമ്പേഴ്സ് ഉണ്ടാടാ? ഇല്ല. ടോട്ടൽ എത്ര ഓഡ് നമ്പേഴ്സ് ആയി? യെസ്, 2 ഓഡ് നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ്, ഇതില് ടോട്ടല് എത്ര പേരുകൾ കിട്ടി മക്കളെ നമുക്ക്? ടോട്ടല് യെസ് 8 പേർ. ഒന്നില്ലെങ്കിൽ ഇതെണ്ണി നോക്കാം. ഇതെണ്ണി നോക്കുമ്പോൾ 8 പേരുകളല്ലേ കിട്ടിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഈ 4 സ്ലിപ്പ് ഇൻറ്റു ഈ 2 സ്ലിപ്പ് ചെയ്യാ. 4 × 2 എത്രയാണ്? 8. അപ്പൊ 8 പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഓഡ് പേഴ്സ് ആണുള്ള സാധ്യത എത്രയാണ് മക്കളെ? 2/8. ആ 2/8നെ ക്യാൻസൽ ചെയ്ത് 1/4 ആക്കിയിട്ടുണ്ട്. അപ്പൊ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കളെ, 6ാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറയണത് ഇതാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് സം ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസ്. ഒരു ബോക്സിൽ കുറച്ച് നീല ബോൾസും അതുപോലെ തന്നെ കുറച്ച് പച്ച ബോൾസും ഉണ്ടടാ. അതിൽ 7 റെഡ് ബോൾസ് ആർ പുട്ട് ഇൻ ടു ഇറ്റ്. അതിലേക്ക് ഒരു 7 ചുവന്ന ബോളുകൾ എന്ത് ചെയ്ത് കൊണ്ടുവന്നിട്ട് നൗ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ബോക്സ് ഇസ് 7/24. നമുക്ക് റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. റെഡ് ബോൾ എത്രയാണെന്ന് തന്നിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഗ്രീൻ ബോൾ എത്രയാണെന്ന് തന്നിട്ടില്ല, അതുപോലെ തന്നെ ബ്ലൂ ബോളും തന്നിട്ടില്ല. സം എന്നാണ് പറഞ്ഞേക്കണത്. ആൻഡ് ദാറ്റ് ഓഫ് ബ്ലൂ ബോൾ ഇസ്, ആൻഡ് ബ്ലൂ ബോളിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 1/3 ആണെന്ന്. നമ്മളോടുള്ള ചോദ്യം ഇതാണ് മക്കളെ, ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ്? ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ്? അത് കണ്ടുപിടിക്കാൻ മക്കളെ ശരിക്കും എളുപ്പമാണ്. നമുക്ക് ഈ ടൈം റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി തന്നിട്ടില്ലേ? പ്രോബബിലിറ്റി എഴുതുമ്പോൾ നമുക്കറിയാലോ മേളിൽ റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ്. അടിയിൽ എഴുതിയേക്കണ നമ്പർ എന്താണ്? യെസ്, ആ പെട്ടിയിലുള്ള ടോട്ടൽ ബോൾസുകളുടെ എണ്ണം അല്ലേ? ഇവിടെ ടോട്ടൽ ബോൾസുകളുടെ എണ്ണം എത്രയാടാ? യെസ് 24. അപ്പൊ ഹൗ മെനി ബോൾസ് ആർ ദർ ഇൻ ദ ബോക്സ്? 24. രണ്ടാമത്തെ മക്കളെ, ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ? അത് ബ്ലൂ ആവാനുള്ള ചാൻസ് എന്നാണ് സാറേ ആൻസർ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം ഗ്രീന്റെയും ബ്ലൂവിന്റെയും കണക്കറിയില്ല. റെഡ് 7/24 പ്രോബബിലിറ്റി ഇതുകൊണ്ട് മേളിലുള്ള സംഖ്യ റെഡിന്റെ കണക്കാണെന്ന് അറിയണോണ്ട് 7 എടുത്ത് എഴുതി.
അതിൽ നിന്ന് നമ്മൾക്ക് ടോട്ടൽ ബോൾസ് കിട്ടി 24 കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താണ് മക്കളെ? പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ബോൾസ് ആകാനുള്ള സാധ്യത എന്താണ്? അതിന്റെ പ്രോബബിലിറ്റിയുടെ ഓൾറെഡി ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത്? 1/3. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ മക്കളെ, ഒരു സാധനത്തിന്റെ പ്രോബബിലിറ്റി ആണ് എന്ത് ചെയ്യണം? യെസ്, അതിന്റെ ചാൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ ഏതാണ്? നമുക്ക് ആ ബോൾസിന്റെ ചാൻസുകൾ അറിയോ? ബ്ലൂ ബോൾസിന്റെ എണ്ണം അറിയോ? ഇല്ല. അവിടെ നമ്മൾ എന്താക്കിയെടുത്ത് മക്കളെ? അതിനെ എക്സ് ആക്കിയെടുത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ബോൾസിന്റെ നമ്പർ അറിയില്ലേടാ? യെസ്, 24 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റിയുടെ ആൻസർ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 1/3. അതെന്ത് ചെയ്ത് ഇതിനോട് ഇക്വേറ്റ് ചെയ്ത് എഴുതി. അങ്ങനെയാണെങ്കിൽ മക്കളെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ 3x = 24 എന്ന് കിട്ടൂലേടാ? യെസ്, അതിൽ നിന്ന് x നമുക്ക് എന്ത് കിട്ടും മക്കളെ? 24/3. കാരണം ഇവിടെ ഗുണനമാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതെന്താവണം? ഇവിടെ ഹരണമായി മാറണ്ടേ? അവിടെ 3 × x ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ അതെന്തായി? 24/3 ആയി. ഇസ് ഈക്വൽ ടു നമുക്കറിയാം എത്രയാണ്? 8. അപ്പോൾ ബ്ലൂ ബോൾസിന്റെ എണ്ണം എത്രയാടാ? 8. അപ്പൊ ഇവിടെ ബ്ലൂ ബോൾസിന്റെ എണ്ണവും കിട്ടി, റെഡ് ബോൾസിന്റെ എണ്ണവും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ സെക്ഷനിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. യെസ്, ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എന്താണ്? അതിന് നമ്മൾ ആദ്യം ഗ്രീൻ ബോളിന്റെ എണ്ണം കണ്ടുപിടിക്കണ്ടേ? റെഡ് ബോളിന്റെ എണ്ണവും ഉണ്ട്, അതുപോലെ തന്നെ മക്കളെ നമുക്ക് ബ്ലൂ ബോളിന്റെ എണ്ണവും ഉണ്ടെങ്കിൽ ഗ്രീൻ ബോളിന്റെ എണ്ണം എന്താ കണ്ടുപിടിച്ചാൽ മതി? യെസ്, ടോട്ടൽ ബോൾസിന്റെ എണ്ണം നമുക്കറിയാം മക്കളെ 24 ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? യെസ്, ഇത് രണ്ടും കൂട്ടിയിട്ട് ടോട്ടൽ ബോൾസിൽ നിന്ന് മൈനസ് ചെയ്താൽ ഗ്രീൻ ബോളിന്റെ എണ്ണം കിട്ടൂലേ? യെസ്, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 24 നിന്ന് എന്ത് മൈനസ് ചെയ്ത് മക്കളെ? ബ്ലൂ ബോളിന്റെയും റെഡ് ബോളിന്റെയും കൂടെ കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്ത് അതിൽ നിന്ന് മൈനസ് ചെയ്ത് അവരുടെ നമ്പർ കൂട്ടിയിട്ട് 24 നിന്ന് മൈനസ് ചെയ്ത്. അപ്പൊ 24 - 15 വന്നു, 9 ആണ്. ഗ്രീൻ ബോളിന്റെ നമ്പർ എത്രയാണ് മക്കളെ? 9. നിങ്ങൾ ഇനി കൂട്ടി നോക്കിയോ? 9 + 8 + 7 എത്രയാണ്? യെസ്, 24. അപ്പൊ ടോട്ടൽ ബോൾസ് 24 നമുക്ക് മനസ്സിലായില്ലേ? ഇനി പ്രോബബിലിറ്റി എന്തായിരിക്കും? 9 ഗ്രീൻ ബോൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താടാ? യെസ്, 9/24, അതായത് 3/8 ആണ്. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7ാമത്തെ ചോദ്യം. അപ്പൊ മക്കളെ, ഇതേ നമ്മുടെ 7ാമത്തെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് ആൻസേഴ്സ് ചെയ്ത് നോക്കണില്ലേ? വെറുതെ വീഡിയോ കണ്ട് നിങ്ങൾ പോകരുത് മക്കളെ, അത് ചെയ്തും കൂടെ നോക്കാം. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ എല്ലാം കൂടെ വന്ന് നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഔട്ട് എക്സാം ഹോളിലിരിക്കും. അപ്പൊ ആൻസേഴ്സ് എഴുതി നോക്കാട്ടോ. അപ്പൊ 7ാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. A triangle is joined by joining the midpoint of one side of parallelogram. ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട് മക്കളെ, സമാന്തരീകം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്ത് ജോയിൻ ആയിട്ടുണ്ട്? ഒരു ത്രികോണം ജോയിൻ ആയിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ജോയിൻ ആയിട്ടുണ്ട്. എവിടം കൊണ്ട്? യെസ്, പാരലലോഗ്രാമിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഒരു അടുത്ത സൈഡിലേക്ക് എന്തായിട്ടുണ്ട്? ഒരു ത്രികോണം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് the end of the points to the opposite സൈഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. The triangle is shaded in the shown in the figure. ഫിഗറിൽ കാണിച്ചേക്കണ പോലെ എന്താണ് മക്കളെ? ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മളോടുള്ള ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇഫ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം ഇസ് 50 cm²? സാർ ആൻസർ ആണ് ചോട്ടോ മക്കളെ. നമ്മളോട് ചോദിച്ചത് ഇതാണ്, ഏരിയ കണ്ടുപിടിക്കാം. പരപ്പളവില്ലേ, നമ്മുടെ ട്രയാങ്കിളിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അതിനെന്ത് തന്നിട്ടുണ്ട്? സമാന്തരീകത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. സമാന്തരീകത്തിന്റെ പരപ്പളവ് നോക്കിയ മക്കളെ, യെസ്, b × h 50 ആണ്. അതൊക്കെയുള്ള 50 cm² ആണ്. നമുക്ക് ഓൾറെഡി ട്രയാങ്കിളുടെ ഏരിയ ആണ് ഇക്വേഷൻ അറിയാലോ. ഹാഫ് × b × h ആണ്. ഇവിടെ ഓൾറെഡി b × h തന്നിട്ടില്ലേടാ, കാരണം ഇത് പാരലലോഗ്രാമിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ട്രയാങ്കിൾ അല്ലേ. അതിന്റെ b × h ഉം പാരലലോഗ്രാമിന്റെ b × h ഉം സെയിം ആയിരിക്കില്ലേ മക്കളെ? അപ്പൊ ഇവിടെയും 50 ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താ? 50 എഴുതാലാടാ. യെസ്, 50ന്റെ പകുതി എത്രയാണ് മക്കളെ? 25 cm². അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്? 25 cm². അങ്ങനെയാണ് സാറേ. അതിലെ 2ാമത്തെ ചോദ്യം കാണിച്ചു. യെസ് മക്കളെ, 2ാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് സോ ഇറ്റ് ബി വിത്ത് എ ട്രയാങ്കിൾ. സാർ അതിന്റെ ആൻസർ ആണ് ചോട്ടോ. യെസ് മക്കളെ, ഇതിന്റെ പ്രോബബിലിറ്റി കാണാനല്ലേ പറഞ്ഞേക്കണ. പ്രോബബിലിറ്റി കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ ഷേപ്പില്ലേ, വലിയ ഷേപ്പും ചെറിയ ഷേപ്പും തമ്മിലുള്ള എന്ത് കണ്ടാൽ മതി? യെസ്, ചെറിയ ഷേപ്പ് തമ്മിലുള്ള ഫ്രാക്ഷൻ കാണാം. അതല്ലെങ്കിൽ എന്ത് ചെയ്താ? യെസ്, അവർ തമ്മിലുള്ള റേഷ്യോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് പ്രോബബിലിറ്റി കിട്ടൂലേ. ഇവിടെ എഴുതി വെച്ചേക്ക് നോക്കി മക്കളെ. ഏരിയ ഓഫ് സ്മോൾ ഷേപ്പ് ബൈ ഏരിയ ഓഫ് ലാർജ് ഷേപ്പ്. ഏരിയ ഓഫ് സ്മോൾ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ചെറിയ ഷേപ്പ് ഏതാണ്? യെസ്, ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ എത്രയാണ്? 25 ആണ്. അതുപോലെ തന്നെ മക്കളെ പാരലലോഗ്രാമിന്റെ ഏരിയ എത്രയാണ്?
50 അതല്ലേ അവിടുത്തെ ലാർജ് ഷേപ്പ്. അപ്പൊ 25/50 ചെയ്യുമ്പോ എത്രയാണ്? 1/2 ആണ് ആൻസർ. 1/2 വരും കേട്ടാടാ. അപ്പൊ പ്രോബബിലിറ്റി ആ വലിയ ഷേപ്പും ചെറിയ ഷേപ്പും തമ്മിലുള്ള പ്രോബബിലിറ്റി എന്താണ് മക്കളെ? 1/2 ആണ്. ഇവിടെ B/H പാരലലോഗ്രാമിന്റെയും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ത്രികോണമായോണ്ട് ഇതിന്റെ B/H സെയിം ആയതുകൊണ്ടാണ് ഇവിടെ 50ഉം ഇവിടെയും അതേ 50 എടുത്തത്. ഒരിക്കലും കൺഫ്യൂഷൻ വരരുത് കേട്ടോ. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം പറയണത് ഇതാടാ. എ ബോക്സ് കണ്ടെയ്ൻസ് 6 റെഡ് ബീഡ്സ്. അതായത് 6 എന്തുകൊണ്ട് വന്നിട്ടുണ്ട്? യെസ്, 6 മുത്തുകളില്ലേ, ചുവന്ന മുത്തുകളാണ് ഒരു ബോക്സിൽ ഒരു പെട്ടിക്കകത്തുണ്ട്. അതുപോലെ തന്നെ 5 വെള്ള മുത്തുകളും ഉണ്ടടാ. അതുപോലെ തന്നെ ഒരു അനദർ ബോക്സ് എടുത്ത് വേറൊരു പെട്ടി എടുത്ത് അതിലെങ്ങനെയാണ് മക്കളെ 8 റെഡ് ബീഡ്സ്. ആദ്യത്തിൽ 6 റെഡ് ബീഡ്സ് ആയിരുന്നു, രണ്ടാമത്തേൽ 8 റെഡ് ബീഡ്സും അതുപോലെ തന്നെ 4 വൈറ്റ് ബീഡ്സും ആണ്. ആദ്യത്തിൽ 5 വൈറ്റ് ബീഡ്സ് ആയിരുന്നു, രണ്ടാമത്തെ ബോക്സിൽ മക്കളെ 4 വൈറ്റ് ബീഡ്സ് ആണ്. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ നേരത്തെ സ്ലിപ്പ് എടുത്തില്ലേ, അതുപോലെ തന്നെ എന്താണ് ഈ 2 പെട്ടിന്നും ഓരോ ബീഡ്സ് വെച്ച് എടുക്കണേണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാടാ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിബിൾ പെയർസ്? അതിൽ നിന്ന് കിട്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ള പെയർസുകളുടെ എണ്ണം. അത് സാറേ ആൻസർ കാണിച്ചു. യെസ് മക്കളെ, ഈ ബോക്സിൽ എത്ര ഓൾറെഡി മുത്തുകൾ, ടോട്ടൽ മുത്ത് എത്രയാണ്? റെഡും അതുപോലെ തന്നെ വൈറ്റും കൂടെ ചേർന്ന് എത്ര മുത്തുകളുണ്ട് ടോട്ടൽ? 11ഉം. രണ്ടാമത്തെ പെട്ടിയിൽ എത്രയാണ് മക്കളെ? 12ഉമാണ്. 8 + 4 12 ആണ്. അങ്ങനെയാണെങ്കിൽ പെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പെട്ടി ഇൻറ്റു ഈ പെട്ടി ചെയ്താൽ മതി ഇല്ലേടാ? യെസ്, 11 × 12 ചെയ്തിട്ടുണ്ടെങ്കിൽ 132 കിട്ടി. എത്രയാണ് അതിന്റെ ആൻസർ? 132 ആണ്. അങ്ങനെയാണ് സാറേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു. അതില് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബീഡ്സ് ആർ വൈറ്റ് ബീഡ്? അതായത് പ്രോബബിലിറ്റി ചോദിക്കണേന് ഈ എടുക്കണ 2 മുത്തും വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് മക്കളെ? ആൻസർ നോക്കിക്കോ. യെസ്, ഇതിന് നമ്മൾ എഴുതേണ്ടത് കോമ്പിനേഷൻ എഴുതണം. കോമ്പിനേഷൻ എഴുതണം, ശ്രദ്ധിച്ചിരുന്നോ? ആദ്യം റെഡ് ചെയ്താ റെഡ് വൈറ്റ് ചെയ്താ വൈറ്റ് റെഡ് ചെയ്താ വൈറ്റ് ചെയ്താ. ഇതല്ലേടാ മക്കളെ 4 കോമ്പിനേഷൻ കിട്ടുള്ളൂ. റെഡ് വൈറ്റ് റെഡ് വൈറ്റ് റെഡ്, അങ്ങനെയല്ലേടാ കിട്ടുള്ളൂ. അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം റെഡിന്റെ കണക്ക് ചെയ്താ റെഡ് എത്രയാണ്? 6 ഇൻറ്റു ഇപ്പുറത്തെ ബോക്സിൽ റെഡ് എത്രയാണ്? 8. 6 × 8 48. ഇനി ആദ്യത്തെ ബോക്സിൽ റെഡും വൈറ്റും അല്ലേ കാണേണ്ടത്? അപ്പൊ ആദ്യത്തെ ബോക്സിൽ റെഡിന്റെ എണ്ണം എത്രയാണ്? 6. രണ്ടാമത്തെ ബോക്സിൽ വൈറ്റിന്റെ എണ്ണം എത്രയാണ് മക്കളെ? 4. അപ്പൊ 6 × 4 എത്രയാണ്? 24. ഇനി ആദ്യത്തെ ബോക്സിൽ നിന്ന് വെള്ള എടുക്കുമ്പോ വെള്ളയുടെ കണക്ക് എത്രയാണ്? 5 ഇൻറ്റു രണ്ടാമത്തെ ബോക്സിൽ നിന്ന് റെഡ് ആണ് എടുക്കണമെങ്കിൽ അതിന്റെ കണക്ക് എത്രയാണ്? 4. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് റെഡ് ആണ് എടുക്കണമെങ്കിൽ അതിന്റെ കണക്ക് 8 ആണ്. അങ്ങനെയാണെങ്കിൽ 5 × 8 എത്രയാടാ? 40 ആണ്. ഇനി ലാസ്റ്റ് നോക്കിയടാ, വൈറ്റ് ഇൻറ്റു വൈറ്റ് കിട്ടാനുള്ള ചാൻസ്. ആദ്യത്തെ ബോക്സിൽ വൈറ്റ് 5 ആണ്, രണ്ടാമത്തെ ബോക്സിൽ 4 ആണ്. 4 × 5 എത്രയാടാ? 20 ആണ്. അങ്ങനെയാണ് സാറേ അതിന്റെ ആൻസർ കാണിച്ചു. യെസ്, ആൻസർ മക്കളെ ഇതേ വൈറ്റ് ഇൻറ്റു വൈറ്റ്. സാറേ കാണിച്ചു. വൈറ്റും കിട്ടാനുള്ള ചാൻസ് അല്ലേ നമ്മളോട് ചോദിച്ചത്? എന്താണ് വൈറ്റും ചാൻസ് കിട്ടാനുള്ള? വൈറ്റിന്റെ പ്രോബബിലിറ്റി 20 ആയിരുന്നില്ലേ? പെയേഴ്സ് 20 ആയിരുന്നില്ലേ? അപ്പൊ 20 ടോട്ടൽ എത്ര പെയേഴ്സ് അതിന് പോസിബിൾ ആടാ? 132 പെയേഴ്സ്. അപ്പൊ 20/132 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. അതിലെ ലാസ്റ്റ് ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റെഡ് ബീഡ്? എടാ അതിന്റെ ഇടക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയത്. ബോത്ത് റെഡ് ബീഡ്സ് കിട്ടാനുള്ള ഒരു ചോദ്യമാണ് രണ്ടാമത് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആ കോമ്പിനേഷനിൽ നിന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. നമുക്ക് ഓൾറെഡി കോമ്പിനേഷൻ തന്നിട്ടില്ലേ? റെഡിന്റെ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? യെസ്, 48 ആണ്. അപ്പൊ 48 ടോട്ടൽ പെയേഴ്സ് എത്രയാണ്? 132. അത് നിങ്ങൾക്ക് ഓൾറെഡി സിമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. അപ്പം സാറേ അത് നാലാമത്തെ കാണിച്ചോ. നാലാമത്തെ മക്കളെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഓൺ റെഡ് ബീഡ്? അതായത് ഒരു റെഡ് ബീഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്നാണ്. ഒരു ചുവന്ന മുത്തെങ്കിലും കിട്ടാനുള്ള ചാൻസ്. അപ്പൊ സാറേ കാണിച്ചോ. യെസ് മക്കളെ, ഒരു ചുവന്ന ബീഡ് എന്ന് പറഞ്ഞാല് സാറേ അതിന് മുന്നത്തൊരു മക്കളെ ഇതിലില്ലേ ഏതെങ്കിലും ഒരു പെട്ടിന്ന് ഒരു ചുവന്ന ബോൾ കിട്ടിയാൽ മതി. ഏതെങ്കിലും ഒരു പെട്ടിന്ന് ഒരു ചുവന്ന മുത്ത് കിട്ടിയാൽ മതി മക്കളെ. ഇതിലൊക്കെ റെഡ് വന്നിട്ടുണ്ട്, ഈ പെയറിൽ റെഡ് വന്നിട്ടുണ്ട്, ഈ പെയറിൽ റെഡ് വന്നിട്ടുണ്ട്, ഈ പെയറിൽ റെഡ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 3 പെയറുകൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഇട്ടാ പോരെ? അതായത് ഓരോ ബോക്സിൽ നിന്നല്ല, ഒരു ബോക്സിൽ നിന്ന് റെഡ് കിട്ടിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യാ? 3 പെയറിൽ നിന്നാണ് റെഡ് കിട്ടാനുള്ള ചാൻസ് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യാ? 3 പെയേഴ്സ് എന്ത് ചെയ്യാ? പ്ലസ് ചെയ്യാം. 48 + 28 + 40 എത്രയാണ്? 112/3.
132. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേടാ? ഈ 8 ചോദ്യങ്ങൾ നിങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ചോദ്യങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവാ. ഇതുപോലെ തന്നെ കുറേ മോഡലുകൾ ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ തന്നെ മോഡലുകൾ വരും. അപ്പൊ നിങ്ങൾ ഈ മോഡലുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മോഡലുകൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് എക്സാം എഴുതണം കേട്ടാടാ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.